ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലിറ്റർജി ക്ലാസ് 24. നമ്മൾ ഞായറാഴ്ചകളിൽ മാത്രമാണ് ഈ ലിറ്റർജി ക്ലാസ് പഠിച്ചുകൊണ്ടിരുന്നത്. ദേവാലയ ഘടനയൊക്കെ നമ്മൾ എല്ലാ ദിവസവും ചിന്തിച്ചുകൊണ്ടിരുന്നു. പക്ഷേ 2033 എന്ന മഹാജൂബിലി വത്സരത്തിന് ഒരുക്കമായിട്ട് നമ്മളൊരു ലിറ്റർജി ധ്യാനം അത് നമ്മൾ ഞായറാഴ്ചകളിൽ മാത്രമായിരുന്നു. അപ്പോൾ ഞായറാഴ്ചകളിൽ മാത്രമായാൽ ഒരുപാട് നീണ്ടുപോകുമല്ലോ, അത് കുറച്ചുകൂടി എല്ലാ ദിവസവും കുറച്ച് നൽകാമോ എന്ന് പലരും ചോദിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഞാൻ എല്ലാ ദിവസവും ചെറിയൊരു ധ്യാനം നൽകുകയാണ്. ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് 24 ക്ലാസ് എന്ന് പറഞ്ഞാൽ കുറേ ക്ലാസ്സുകൾ നമ്മൾ ചർച്ച ചെയ്തത് കർത്താവീശോംശി ലിറ്റർജി സ്ഥാപിച്ചോ അത് സ്ലീഹന്മാരെ ഏൽപ്പിച്ചോ എന്ന കാര്യമൊക്കെയാണ് ആദ്യം തുടങ്ങിയത്. പിന്നെ അപ്പസ്തോലിക പിതാക്കന്മാരും സഭാപിതാക്കന്മാരും. സഭാപിതാക്കന്മാരെയാണ് ഈ സഭാപിതാക്കന്മാർ ഓരോരുത്തരും നമ്മൾ ഒന്ന് പരിചയപ്പെടണം. പ്രത്യേകിച്ചും ഇന്ത്യയിലെ കേരളത്തിൽ സഭാപിതാക്കന്മാരെ കുറിച്ചുള്ള വേണ്ടത്ര അവഗാഹമില്ല. പാശ്ചാത്യ സഭയിലുണ്ട്, അത് അവരിങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. സെമിനാറിലൊക്കെ പഠിപ്പിച്ച് ആളുകൾക്കും അറിയാം കുറേ കാര്യങ്ങൾ. നമ്മുടെ അവിടെ അതിൻ്റെയൊക്കെ ഇങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. നമ്മൾക്കിങ്ങനെ ചരിത്രപരമായ പല കാരണങ്ങളും നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും സമയമെടുത്തിട്ടാണെങ്കിലും ഈ സഭാപിതാക്കന്മാരുടെ ലിറ്റർജി വ്യാഖ്യാനം കുറച്ചെങ്കിലും ഒന്ന് പരിചയപ്പെടുത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് കുറച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്ക് അനുനിമിഷമുള്ള എല്ലാ ഇല്ലേ ഈ കുർബാനയിൽ ഓരോ ഘടകങ്ങളെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങൾ വരുന്നതിന് മുമ്പ് ഈ സഭാപിതാക്കന്മാർ ലിറ്റർജിയെക്കുറിച്ച് നൽകിയ ആ വ്യാഖ്യാനങ്ങൾ പരിചയപ്പെടണം. അപ്പോൾ നമ്മൾ കുറച്ച് സമയം നമ്മൾ അങ്ങനെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും കുറേശ്ശെ നൽകാമെന്ന് വിചാരിക്കുകയാണ്. ഇന്ന് നമ്മൾ വിശുദ്ധ ജോൺ ക്രിസോസ്റ്റമൻ്റെ ഒരു വ്യാഖ്യാനമാണ് കാണുന്നത്. ഗംഭീര വ്യാഖ്യാനിച്ച ഗംഭീരമാണ്. ഈ ജോൺ ക്രിസോസ്റ്റം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റാന്റിനോപ്പിളിലെ ഇപ്പോഴത്തെ ഇസ്താൻബുൾ തുർക്കിയുടെ തലസ്ഥാനം അവിടുത്തെ ആർച്ച് ബിഷപ്പായിരുന്നു. ക്രിസോസ്റ്റമോസ് എന്ന വാക്കിനർത്ഥം സ്വർണ്ണത്തൊണ്ടയുള്ളവനാണ്, നാവുള്ളവൻ. ശരിക്കും അദ്ദേഹത്തെ പഠിച്ചു കഴിഞ്ഞാൽ തോന്നും അദ്ദേഹത്തിൻ്റെ ഗോൾഡൻ മൗത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെന്ന്. അദ്ദേഹം ജനിച്ചത് 344 ക്രിസ്തുവർഷം, മരിച്ചത് 407 പ്രീസ്റ്റ്ഹുഡ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു രചനയുണ്ട്. അതിൽ 3-4-177 എന്ന് പറഞ്ഞ ഖണ്ഡത്തിൽ അദ്ദേഹം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: കർത്താവ് ബലിയർപ്പിക്കപ്പെട്ട് അൾത്താരയിൽ കിടക്കുന്നതും പുരോഹിതൻ ആ യാഗത്തിന് മുകളിലേക്ക് ചാഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുകയും വിലമതിക്കാനാകാത്ത രക്തത്താൽ ജനങ്ങൾ കരിഞ്ചുവപ്പാവുകയും ചെയ്യുന്നത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിലാണെന്നാണോ അതോ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നുവെന്നാണോ ചിന്തിക്കുന്നത്? ഞാൻ ഒന്നുകൂടി പറയാം. കർത്താവ് ബലിയർപ്പിക്കപ്പെട്ട് അൾത്താരയിൽ കിടക്കുന്നത് കാണുമ്പോൾ പുരോഹിതൻ ആ യാഗത്തിന് മുകളിലേക്ക് ചാഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുകയും വിലമതിക്കാനാകാത്ത രക്തത്താൽ ജനങ്ങൾ കരിഞ്ചുവപ്പാവുകയും ചെയ്യുന്നത് നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിലാണെന്നാണോ അതോ സ്വർഗത്തിൽ ഉയർത്തപ്പെട്ടുവെന്നാണോ ചിന്തിക്കുന്നത്? പുരോഹിതന്മാരോട് ചോദിക്കുകയാണ്. ഇതിനകത്ത് ഓരോ കാര്യങ്ങൾക്കും വാക്കുകൾക്കും നല്ല ആഴമുണ്ട്. കർത്താവ് ബലിയർപ്പിക്കപ്പെട്ട് അൾത്താരയിൽ കിടക്കുന്നു. കുരിശിൽ ബലിയർപ്പിക്കപ്പെട്ട ഒരിക്കൽ എന്നേക്കുമായിട്ടുള്ള ആ ബലി ഇത് അൾത്താരയിൽ സന്നിഹിതമാക്കപ്പെടുന്നു. ആവർത്തിക്കപ്പെടുകയല്ല, സന്നിഹിതമാക്കപ്പെടുന്നു. അതുകൊണ്ട് കർത്താവ് ബലിയർപ്പിക്കപ്പെട്ട് അൾത്താരയിൽ കിടക്കുന്നുവെന്നാണ്. കുരിശിൽ കിടക്കുന്നതെന്നല്ല ജോൺ ക്രിസോസ്റ്റം പറഞ്ഞത്, അൾത്താരയിൽ കിടക്കുന്നു. കുരിശിൽ മരിച്ചവൻ അൾത്താരയിൽ കിടക്കുന്നു. കുരിശിൽ മരിച്ചവൻ, അവൻ്റെ സാന്നിധ്യം, അവൻ്റെ ബലി ഇത് അൾത്താരയിൽ സന്നിഹിതമാക്കപ്പെടുന്നു. പുരോഹിതൻ ആ യാഗത്തിന് മുകളിലേക്ക് ചാഞ്ഞു നിന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഈ സുറിയാനി കത്തോലിക്ക സഭയിൽ, സീറോ മലബാർ സഭയിൽ ഗൃഹാന്ത പ്രാർത്ഥന, ഇങ്ങനെ കുനിഞ്ഞെന്നുള്ള പ്രാർത്ഥന എന്ന് കേട്ടിട്ടില്ലേ? അതായത് കർത്താവ് ഈ അൾത്താരയിൽ കിടക്കുന്നു, ആ യാഗത്തിന് മുകളിലേക്ക് ചാഞ്ഞു നിന്നാണ് പുരോഹിതൻ പ്രാർത്ഥിക്കുന്നത്. വിലമതിക്കാനാകാത്ത രക്തത്താൽ ജനങ്ങൾ കരിഞ്ചുവപ്പാകുന്നു. കരിഞ്ചുവപ്പ് അത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു ആലങ്കാരിക പ്രയോഗമാണ്. രക്തത്തിൻ്റെ നിറം മനുഷ്യർക്ക് വരുന്നെന്നാണ് ഉദ്ദേശിക്കുന്നത്. പർപ്പിൾഡ് എന്നാണ് അത് ഉപയോഗിക്കുന്ന വാക്ക്. പർപ്പിൾ എന്ന് വെച്ചാൽ കരിഞ്ചുവപ്പ്. ആ പർപ്പിൾ കളറാകുകയാണ് ഈ ദൈവജനം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതായത് തിരുശരീരം തിരുരക്തവും ഉൾക്കൊള്ളുന്ന ജനങ്ങൾ അവരുടെ രക്തം തന്നെ കർത്താവിൻ്റെ രക്തവുമായിട്ട് മിക്സ് ആകുകയല്ലേ. അപ്പോൾ അവർ തന്നെ കരിഞ്ചുവപ്പായി, കർത്താവിൻ്റെ രക്തത്തിൻ്റെ കരിഞ്ചുവപ്പായിട്ട് മാറി ജനങ്ങളെന്നാണ്. വളരെ ആലങ്കാരികമായിട്ടാണെങ്കിലും അത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ ഈ ഭൂമിയിൽ മനുഷ്യരുടെ ഇടയിലാണെന്നാണോ വിചാരിക്കണേ? അല്ലല്ലോ. സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടു എന്നല്ലേ? അങ്ങനെയല്ലേ നിങ്ങൾ കരുതണേ? അപ്പം നിങ്ങൾ ഭൂമിയിലാണോ? അല്ലല്ലോ. മനുഷ്യരുടെ ഇടയിലാണോ? അല്ലല്ലോ. സ്വർഗത്തിലാണ്. ഇതുകൊണ്ടാണ് ഈ ജനാഭിമുഖ കുർബാന എന്നും പറയാൻ പാടില്ലെന്ന് പറയുന്നത്. സ്വർഗത്തിലേക്ക് നോക്കിയാണ് നിൽക്കുന്നത്. അങ്ങനെയാണ് പുരോഹിതന്മാരെ കുറിച്ച് ജോൺ ക്രിസോസ്റ്റം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം എന്നിട്ട് പറയാണ്, ഹോമിലീസ് ഓൺ റോമൻസ് 8:8 അതിനകത്ത് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറയാണ്. അതിനാൽ ബഹുമാനിക്കൂ, ഈ വിശുദ്ധ മേശയെ ബഹുമാനിക്കൂ.
ആ വിശുദ്ധ മേശയിൽ നിന്നാണ് നാം ദിവ്യകാരണം സ്വീകരിക്കുന്നത്. നമുക്ക് വേണ്ടി അറക്കപ്പെട്ട ക്രിസ്തു ബലിവസ്തുവായി തീർന്നവൻ തന്നെ ഇതാ ഈ ബലിപീഠത്തിൽ കിടക്കുന്നു. കുർബാനയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഗംഭീരമായ വ്യാഖ്യാനമാണ്. ഈ വിശുദ്ധ മേശയെ ബഹുമാനിക്കൂ. അതുമോ അതിന്മേൽ മെഴുകുതിരി വെക്കരുത്, ഈ പൂപാത്രങ്ങൾ വെക്കരുത്. നമ്മുടെ കർത്താവ് യേശു കിടക്കുന്ന പീഠമാണത്, അവൻ്റെ കബറിടമാണത്. അതിൻ്റെ മുകളിൽ ഇതൊന്നും വെക്കാൻ പാടില്ല. അത് പരമപരിശുദ്ധമാണ്. അതാണ് മെത്രാൻസ് നേരിട്ട് വെഞ്ചരിക്കുന്നത്, അതാണ് അച്ഛൻ മുത്തുന്നത്. അത് പൂപാത്രം വെക്കാനുള്ള പീഠമല്ല, മെഴുകുതിരി വെക്കാനുള്ള സ്റ്റാൻഡ് അല്ല, മൈക്ക് വെക്കാനുള്ള സ്റ്റാൻഡ് അല്ല. നമ്മുടെ കർത്താവ് യേശു മിശിഹായാണ് അവിടെ കിടക്കുന്നത്. അതിനെ ബഹുമാനിക്കൂ. ആ വിശുദ്ധ മേശയിൽ നിന്നാണ് നമ്മൾ ദിവ്യകാരണം സ്വീകരിക്കുന്നത്. നമുക്ക് വേണ്ടി അറക്കപ്പെട്ട ക്രിസ്തു, നമുക്ക് വേണ്ടി ബലിവസ്തുവായി തീർന്നവൻ തന്നെ ഇതാ ഈ ബലിപീഠത്തിൽ കിടക്കുന്നു. ഇത് നമ്മൾ പല പ്രാവശ്യം കേൾക്കണ്ടേ ഈ വിശുദ്ധ ക്രിസോസ്റ്റമൻ്റെ വാക്കുകൾ? പുരോഹിതന്മാരും ജനങ്ങളും എത്രയോ ഗംഭീരമായ കാര്യമാണ് അവിടെ നടക്കുന്നത്. അത് തോന്നിയ പോലെ പള്ളിമുറ്റത്തൊരു മേശം വലിച്ചിട്ട് ഇന്നലെ എറണാകുളത്ത് ചെയ്തതുപോലെ ചെയ്താൽ എത്രയോ വലിയ അപമാനമാണ് നമ്മുടെ കർത്താവിന്. അത് കണ്ട് നെഞ്ച് പൊട്ടുകയല്ലേ നമ്മുടെ? ആ വൈദികർക്ക് ബുദ്ധി ഉദിക്കാനായിട്ടും നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.